ഹായ് ഗായ്സ്, ഇന്നും ഞങ്ങൾ തൊടുപുഴ വ്ളോഗ് തന്നെയാണ്. ഇത് ഞാനും ഏട്ടനും അമ്മയും കൂടി നേരെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ റബ്ബർ മരം കണ്ട ഏട്ടനൊരാഗ്രഹം, ഇതിൻ്റെ റബ്ബർ പാല് കാണണം. അങ്ങനെ ഏട്ട ഇരുന്ന് ചെയ്ത പണിയാണ് അത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ തൊടുപുഴ ടൗണ്. അവിടേക്ക് ഇറങ്ങിയതാണ്. ഏച്ചീൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കൂൾ ബാർ കയറി. ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ പോകുന്നത് ഞങ്ങൾ ആലപ്പുഴയ്ക്കാണ്. ഏച്ചീൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനും ഉണ്ട്. പിന്നെ നേരെ അവിടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും പോകാനുണ്ട്. അപ്പോൾ ഇത് വേറൊരു വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ വീട്ടിൽ പോയ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അന്നപ്പോൾ ഞാനൊരു വിധം സൈഡായിട്ടുണ്ട് കേട്ടോ. നല്ല മൈഗ്രെയിൻ വന്നിട്ട് ഞാൻ ഛർദി വരെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒന്ന് ചെന്ന് ബെഡിലൊന്ന് കിടന്നതാണ്. പിന്നെ അവിടെ നിന്നുകൊണ്ട് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ രമ്യ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. രമ്യ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അമ്മയ്ക്ക് രമ്യ ചേച്ചീൻ്റെ അമ്മേനെ കാണണം എന്ന് പറഞ്ഞ്, പിന്നെ ആ വഴി തന്നെയാണല്ലോ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അവിടെ കയറാമല്ലോ വിചാരിച്ച് അങ്ങോട്ടും വന്നതാണ്. അങ്ങനെ ഇവർ രമ്യ ചേച്ചീനോടൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് മറ്റേ വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഞാൻ കിടന്നതാണ്. അത് മായ ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു പോയത്. ഇവരെ കൂടെ തന്നെ കാനഡയിലുള്ള ചേച്ചിയാണ്. പിന്നെന്താ, ഈ രമ്യ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് പാപ്പൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പൊമേറിയനാണെന്ന് തോന്നുന്നു കേട്ടോ. പൊമേറിയൻ ഉണ്ടേ. അപ്പോൾ അതിനെ കാണാൻ മെസ്സിമോ വന്നതാണ്. മെസ്സിമോന് ഇങ്ങനത്തേനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും ഭയങ്കര കാര്യമായിട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണാൻ വന്ന് പശുവിൻ്റെ അടുത്തൊക്കെ വന്നതാണ്. പിന്നെ ഞങ്ങളെ വിളിക്കാൻ വന്നതാണ്. ചേച്ചി ഫുഡ് കഴിക്കാനുള്ള സമയം അവർ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. ഇത് മന്തിയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ മന്തി. പക്ഷെ ഒരുവിധം എല്ലാ സ്ഥലത്തെയും മന്തി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അവിടുത്തെ മന്തി കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോകാൻ. ഇന്ന് ഏകദേശം എന്തായാലും അങ്കിളിൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ആണ്. ഇന്ന് അങ്കിളിൻ്റെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ട് പിറ്റേന്ന് ഞങ്ങൾക്ക് നേരെ തൊടുപുഴയ്ക്ക് തന്നെ പോകാനുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലെത്തി. അങ്കിളാണെന്ന് ഞങ്ങൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വരെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാണ്. ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ്, കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ ലേറ്റായിട്ട് ഞങ്ങൾ പിന്നെ വേഗം കയറി കിടന്നതാണ്. പിന്നെ അത് ഉച്ചകത്തെ ഫുഡ് ഞങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നു ഞങ്ങൾ വാങ്ങി തന്നത്. ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ഫുഡാണ്. ഞാൻ പൊതുവേ അങ്ങനെ സദ്യയൊന്നും അങ്ങനെ കഴിക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് വേറെ ചെമ്മീൻ റോസ്റ്റ് അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചമ്മന്തി വരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൂപ്പർ കേട്ടോ. കല്ലു വരെ ചോറ് കഴിച്ചിട്ടുണ്ടേ. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ വേറെ എരുന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയതാണ്. അന്നേരം ഞങ്ങൾക്ക് പണി കിട്ടി. പിന്നെ ഏട്ടനൊരു മെക്കാനിക് ആയതുകൊണ്ട് നേരെ ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണല്ലോ. ഞങ്ങളിപ്പോൾ നേരെ ബോട്ടിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അന്നേരമാണ് കേട്ടോ അത് പണി കിട്ടിയത്. പിന്നെ അതൊക്കെ ടയറൊക്കെ നന്നാക്കി നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണെന്ന് വെച്ചാൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പം ഞങ്ങളിതാ എത്താനായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്കിള് ഏർപ്പാടാക്കിയതാണ്. ഞങ്ങൾക്കൊന്ന് ബോട്ടിൽ കയറണം എന്ന് ആഗ്രഹം പറഞ്ഞൊരു അങ്കിളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. മഴക്കാലത്ത് ഭയങ്കര മഴ പെയ്ത ഈ റോഡൊക്കെ വെള്ളമായിരിക്കും. പിന്നെ നേരെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഓരോ ബോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ചാക്കോബൻ്റെ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ പേര് എന്നോട് വിട്ടുപോയിട്ടോ. അന്നേരം എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ അത് വിട്ടുപോയേ. പിന്നെ ഞങ്ങൾ നേരെ വേഗം ഞങ്ങൾ ആ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. നേരെ ബോട്ട് കയറി മക്കളെയൊക്കെ ഒരുവിധം സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണ്ട എല്ലാ ലേസും വെള്ളവും അങ്ങനത്തെ എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതിൽ കയറിയിരുന്നത്. പിന്നെ ഇതിൻ്റെ അതൊന്ന് ഒരു മണിക്കൂർ കഴിയാണ്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ 7up കുറുക്കുറയും ലേസും എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിലൊക്കെ കയറിയിരുന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ മസ്റ്റാണല്ലോ. എല്ലാവരെയും കൂടെ നിന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ, ഇത് ഞങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കല്ലുവിന് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കല്ലു ചിരിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ബോട്ടിലൊക്കെ കയറിയത്. അവൾ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്.
ഞാൻ പിന്നെ ടൂറ് വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിട്ടോ, സ്കൂളിൽ നിന്ന് ടൂറ് വന്നേരെ അങ്ങനെ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കല്ലൂന് 1-2 ഫോട്ടോസ് എടുത്ത്, ഞങ്ങളെ ഫോട്ടോസ് എടുത്ത്, ഇതൊക്കെ തന്നെ കേട്ടോ മെയിൻ പരിപാടി. ഏകദേശം ഞങ്ങൾ 1 മണിക്കൂറിനേക്കാണ് കേട്ടോ ബോട്ടിൽ കയറാൻ വിചാരിച്ചത്. പക്ഷേ 2 മണിക്കൂറായിട്ടോ ബോട്ടിൽ അപ്പുറം പോയി ഇപ്പുറം വരുമ്പോൾ 2 മണിക്കൂറായേ. പിന്നെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ഇരുന്ന് പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയേ. ഇതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഏട്ടൻ്റെ ഒരു അടിപൊളി പിക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തായിരുന്നേ. പിന്നെ ഏട്ടനായിട്ടോ കുറച്ച് നേരത്തേക്ക് ഡ്രൈവർ സീറ്റ് ബോട്ടിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മെസ്സിമോ ഏട്ടൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കുറച്ച് മണിക്കൂർ ബോട്ടിൽ തന്നെ ആയിപ്പോയിട്ടോ യാത്ര. പിന്നെ ഇനി വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടേ. ഇനി നേരെ പോകുന്ന ഞങ്ങൾ തൊടുപുഴയ്ക്ക് തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് പിറ്റേന്നാണ് ഞങ്ങൾക്ക് നേരെ കാലിക്കറ്റിലേക്ക് പോരാനുണ്ട്. അപ്പം എൻ്റെ ഫോട്ടോ എടുത്തിട്ടോ ഞാൻ. ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത മെസ്സിമോനും പിന്നെ കല്ലൂൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കല്ലു ഭയങ്കരമായിട്ട് ചിരിയൊക്കെ തരുന്നുണ്ട്. പിന്നെ കല്ലു ഇതാ ഓടിക്കാൻ തുടങ്ങിട്ടോ. കല്ലുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. കല്ലു ഇതാ കാറൊക്കെ ഓടിക്കുന്ന മാതിരി കേട്ടോ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുന്നത്. പിന്നെ കല്ലു അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരത്തേക്ക് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഏട്ടൻ്റെ കൂടെ തന്നെ അവിടെ ഇരുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സന്ധ്യയായി ഇരുടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറിയതാണ്. ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ, പിന്നെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് നേരെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഇരുന്ന് കഴിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞങ്ങൾ നൂഡിൽസ് അങ്ങനത്തെയൊക്കെ ആയിരുന്നേ ഓർഡർ ചെയ്തത്. അങ്ങനത്തെയൊക്കെ കേട്ടോ പ്രത്യേകിച്ച് കഴിക്കുക, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. പക്ഷേ എവിടെ പോയാലും മെസ്സിമോ പിടിക്കുക ബട്ടർ ചിക്കൻ. പക്ഷേ ചിക്കൻ ഇട്ട് കൂട്ടുകയില്ല, ചാറാണേ കഴിക്കുക. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ കുറച്ച് ഓർഡർ ചെയ്ത് കഴിച്ചേ. ഏട്ടനും പൊറാട്ടയല്ല ബട്ടർ നാനിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയേ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ച കള്ളാണ്, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ. അത് അന്നൊന്നും കുടിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇതാ വന്ന പാടിനെ അതെടുത്ത് കുടിച്ചേ. ഞാൻ പറയാം അമ്മ എക്സ്പ്രഷനാണ് ഇടുന്നത്, ആദ്യമായിട്ട് കുടിക്കുന്ന മാതിരിയുള്ള എക്സ്പ്രഷനാണ് ഇടുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ പോരാനുള്ളതാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് രാവിലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോരാൻ നിൽക്കാം കേട്ടോ. നമ്മളെ സ്വന്തം നാട്ടിലേക്ക് കോഴിക്കോടേക്ക് വരികയാണ്. അപ്പോൾ നന്ദുവിൻ്റെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നേരെ പോരുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് വണ്ടി തിരിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പുള്ളത് തൃശ്ശൂരാണ്. ഇത് ഞങ്ങളെ വിനീച്ചിറ്റാൻ്റെ വീട്ടിലേക്ക് കേട്ടോ നേരെ വന്നത്. ഇനി ഇവിടെ കുറച്ച് നേരം നിന്നിട്ടേ ഞങ്ങളിനി കോഴിക്കോടിന് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ വിനീച്ചിറ്റേനെ കാണാൻ കയറിയതാണല്ലോ. ഇത് കേരള വർമ്മ കോളേജിലെ ടീച്ചറാണ് തൃശ്ശൂരുള്ള. അപ്പോൾ ഇവരെ കൂടെ കളിക്കുക കേട്ടോ. ഇവർ ക്യാരംസൊക്കെ കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇവിടുന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ തൃശ്ശൂരിന് കോഴിക്കോടേക്ക് പെട്ടെന്ന് എത്തുമല്ലോ. പിന്നെ അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ 65, പൊറാട്ട, അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങിയ നേരെ നമ്മളെ നാട്ടിലേക്ക് കാലിക്കറ്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.